ിലേക്ക് മടങ്ങി വരാം. CB സത്യൻ, ഒരു പഴയകാല ഓർമ്മ, ബ്രിട്ടീഷ് വിരുദ്ധമായി ഉയർന്ന ഇന്ത്യ, സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തെ ചർക്കയിൽ നൂൽനൂറ്റ് തോൽപ്പിച്ച ഗാന്ധിജിയുടെ ആ സമര പോരാട്ടം, അത് വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രസക്തമാകുന്നു? ബ്രിട്ടൻ ഇന്ത്യൻ വംശജൻ ഭരിക്കുന്ന ഒരു കാലവും നമ്മൾ കടന്നുപോയി. ഇനി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തീവ്രവാദവും അതുപോലുള്ള വിഷയങ്ങളുമാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു BJP. പാകിസ്ഥാൻ മുഖ്യശത്രുവാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അവിടെ ഒരിക്കൽ കൂടി കോൺഗ്രസിന് ശക്തി പ്രാപിക്കാൻ ഈ പൈതൃകം കൊണ്ട് കഴിയുമോ, അതോ പുതിയ പദ്ധതികളുടെ ഒരാവശ്യം ഉണ്ടോ? മാത്രവുമല്ല, ഈ ബലഗാവി സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്താകും എന്നാണ് CB സത്യൻ കരുതുന്നത്? മനു, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ വാക്കിൽ മറുപടി പറയാവുന്ന ഒരു സംഭവമല്ല. കാരണം ഒന്നൊരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താ പറയുന്നത് സ്വന്തം താളുകളിൽ എഴുതി വയ്ക്കപ്പെട്ട ഒരു ചരിത്രമാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നോൺ വയലൻസ്, സ്വരാജ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ജനതയെ മൊത്തത്തിൽ ഉദ്ബോധിപ്പിച്ച് ഇൻസ്പയർ ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിലേക്ക് നടന്നെടുക്കുന്നതിന്റെ തുടക്കം കുറിച്ച ഒരു വർഷമാണ് 1924 എന്ന് നമ്മൾ കാണണം. അതേപോലെ തന്നെ നമ്മൾക്ക് അതിന്റെ 100ാം വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് 2025-26 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാം എന്ന്, അല്ലെങ്കിൽ ആക്കും എന്ന് പ്രഖ്യാപിച്ച മറ്റൊരു സംഘടനയുണ്ട്. അതിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ച മറ്റൊരു സംഘടന. അപ്പൊ അതിന്റെ രാഷ്ട്രീയ വിഭാഗമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളെ അടുത്തടുത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മുഴുവൻ സംഭവങ്ങളെയും പഠിക്കാനും പരിശോധിക്കാനും കഴിയുള്ളൂ. കാരണം ഈ ഗാന്ധിജിയെ ഉയർത്തിപ്പിടിക്കുന്നത്, ബാബാ സാഹേബ് അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നത്, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത്, ഇപ്പൊ പുതിയ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് സംഭവങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ഇന്ത്യക്കെതിരെ വരുന്ന ആഭ്യന്തരമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വൈദേശികമായ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യയെ സജ്ജമാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ എന്ന സംവിധാനം മുന്നോട്ട് വെക്കുന്ന, ഇന്ത്യ എന്ന രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സമരമാർഗമുണ്ട്. അപ്പൊ അതായത് ഗാന്ധിജി മുന്നോട്ട് വെച്ച ഇന്ത്യ, അംബേദ്കർ മുന്നോട്ട് വെച്ച ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയ ഇന്ത്യ, അതായത് ജനാധിപത്യ ഇന്ത്യ, അതിന്റെ അന്തസ്സത്തെ തിരിച്ചു പിടിക്കുക, അതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങളായ മതേതരത്വവും സോഷ്യലിസവും അടക്കമുള്ള തിരിച്ചു പിടിക്കുക തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു തലത്തിൽ വേണം ഇതിനെ കാണാൻ. അതായത് രണ്ട് വർഷത്തിന്റെ ഇടവേളകളിൽ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ 100ാം വർഷത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് സംഭവം, ഞാൻ പിന്നെയും പറയുന്നു, ഇവിടെ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ കാണണം. ഒന്നെന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പ് നല്ലതാണ്, ഈ ഓർമ്മകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്തായിരുന്നു എന്നും ഇന്ത്യ ആയിത്തീരണമെന്നായിരുന്നു സ്വപ്നമെന്നും ഒക്കെ ഒരു ജനതയെ, ചരിത്രം മറന്നുപോയ ഒരു ജനതയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഈ കോൺഗ്രസ് ഫ്യൂച്ചറിലേക്ക് എന്ത് ബാക്കി വെക്കുന്നു എന്ന സാധനം മാത്രം ഇതിവിടെ പറയുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് കോൺഗ്രസ് ഭരണഘടനയെ കൊണ്ടുവരുന്നുണ്ട്, തീർച്ചയായും അതൊരു ചെറുത്തുനിൽപ്പാണ്. ഗാന്ധിജിയെ കൊണ്ടുവരുന്നുണ്ട്, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അംബേദ്കറെ കൊണ്ടുവരുന്നുണ്ട്, ഒരു വെളിപാടാണ്. അപ്പൊ ഇത് എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നു, കോൺഗ്രസ് എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നു. ഈ ഭാഷ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഫ്യൂച്ചറിലേക്ക്, ഭാവി തലമുറയ്ക്ക് എന്ത് വാഗ്ദാനമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്? ഇന്ത്യയിലെ ചെറുപ്പത്തെ കോൺഗ്രസ് എവിടെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ എന്താണ്? ഭാവി ഇന്ത്യയെപ്പറ്റി, ഇന്ത്യ 50 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ 25 വർഷം കഴിഞ്ഞാൽ എന്തായി തീരും എന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷ പോലും അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ധാരണ പോലും കോൺഗ്രസ് ഇതുവരെ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരാജയം തന്നെയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാൻ എനിക്കൊരു ചെറിയ